ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സാരിയാസ് വേൾഡ്. അപ്പോൾ അതാ ഇന്ന് നമ്മൾ മോൾക്കുള്ള ഒരു പൗഡർ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ എന്ത് പൗഡറാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഡേറ്റ്സ് പൗഡർ കേട്ടോ. അപ്പോൾ മോൾക്ക് തിന്നാൻ കൊടുക്കൽ തുടങ്ങി. അപ്പോൾ ഞാൻ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് 2-3 മാസമായി. കാരണം ഓരോ ഘട്ടമായിട്ടുള്ള ഓരോരോ പണിയിലായിരുന്നു കേട്ടോ. ഞാൻ ഏകദേശം മോൾക്കൊരു 4-5 മാസം ആവുന്ന സമയത്താണ് ഇത് തുടങ്ങിയത്. നോമ്പിൻ്റെ ഒക്കെ ഒരു അവസരത്തിൽ ആ സമയത്ത് നമ്മൾ നല്ല കാരക്ക നോക്കിയിട്ട് കൊടുക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഡേറ്റ്സ് പൗഡർ ഉണ്ടാക്കാൻ ഈത്തപ്പഴം വെച്ചിട്ടും കാരക്ക വെച്ചിട്ടും ചെയ്യാം. ഈത്തപ്പഴം ആകുമ്പോൾ ഒരുപാട് ഉണങ്ങി കിട്ടാൻ പ്രയാസമാണ്. അപ്പം ഞാനെന്ത് ചെയ്തു, നല്ല കാരക്ക നോക്കിയിട്ട് കൊടുന്നു. എന്നിട്ട് അതിൻ്റെ കുരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. നല്ല പ്രയാസമായിരുന്നു. ഈ ഒരു ഘട്ടമാണ് ഏറ്റവും വലിയ പ്രയാസം. ഇത് കുറച്ച് സമയം എടുക്കണ പണിയാണ്, അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ കുരൊക്കെ ആദ്യം തന്നെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വൃത്തിയായിട്ടൊന്ന് കഴുകുക കേട്ടോ. പിന്നെ വേണ്ടത് നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട്, 2-3 ദിവസമായി വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുത്തത് കേട്ടോ. കാരണം നമുക്ക് മക്കൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നടക്കില്ല. അപ്പോൾ നല്ലോണം കഴുകണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ല കച്ചറ ഉണ്ടാവും. നമ്മൾ എത്ര നല്ലത് വാങ്ങിച്ചാലും ഉള്ളിൽ നിറച്ച് കച്ചറാവും. അപ്പോൾ നല്ലോണം കഴുകി ഊച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലത്ത് ഉണക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് വെയിൽ ഈ സമയത്ത് നമുക്കറിയാമല്ലോ, വെയിൽ കുറച്ച് ഇതായിരുന്നു. അപ്പോൾ ഞാൻ അന്നൊക്കെ കുറച്ച് ഉണക്കി എടുത്ത് വെച്ചിരുന്നു. എന്നിട്ട് ഇപ്പോൾ പൊടിക്കാൻ നേരത്തെ ഒന്നുകൂടി നല്ലൊന്ന് വെയിലൊന്നും കൂടി കൊള്ളിച്ച് ചൂടാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ ആദ്യം ഇട്ട് പൊടിക്കാൻ നോക്കി, പക്ഷേ ഉണങ്ങിയതുകൊണ്ട് പൊടിക്കാൻ പ്രയാസം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് മുറിച്ചിട്ടാണ് ഇട്ടത്. ചെറുതാക്കി പീസാക്കിയിട്ട് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്തൊന്ന് ചതഞ്ഞിട്ടാവും ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെത് അധികം ചതഞ്ഞിട്ടുള്ള അല്ലാത്ത രൂപത്തിൽ കാണാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഉണങ്ങിയതുകൊണ്ടാണ്. പക്ഷെ ഉണങ്ങിയോണ്ട് പൊടിക്കാൻ പ്രയാസമാണ്. എന്നിട്ട് നമ്മൾ കൽക്കണ്ടല്ലേ, അതും കൂടി ചേർത്തിട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ പൗഡർ രൂപത്തിൽ കിട്ടും. അപ്പോൾ അതാ നമ്മളൊരു ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് പൊടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ.